കുലഗുരുവായ കൃപാചാര്യരെ, പട്ടാഭിഷേകത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കേണ്ടതാണ്. ക്ഷമിച്ചാലും മഹാരാജൻ, നാം അങ്ങയോട് അപേക്ഷിക്കുകയാണ്. നാം മഹാത്മാവായ ഭീഷ്മരെ പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇത്രയും വലിയ നിർണയം നമ്മൾ സ്വീകരിക്കുന്നത് ഉചിതമാവുകയില്ല. ചില സന്ദർഭങ്ങളിൽ അനുചിതമായ കാര്യങ്ങൾ അനിവാര്യമായി വരുന്നതാണ് കൃപാചാര്യരെ. അങ്ങ് ചടങ്ങുകൾ ആരംഭിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ആജ്ഞയാണ്. ആജ്ഞ പോലെ മഹാരാജൻ. വിശ്വമഹാകാവ്യമിതേ, ധർമാധർമ്മങ്ങളടരാടും കടുനിണമൊഴുകും പോരണിയിൽ പാർത്ഥനും സാരഥി കൃഷ്ണനും, സത്യത്തിൻ രഥമേറും ധർമ്മത്തിൻ രണഭൂവിൽ ശ്രീകൃഷ്ണാമൃതമാം ഗീതാധാരയിൽ യുക്തിയെഴും ശക്തിമയം മുക്തിതരും ഭക്തിലയം ജന്മം മലരും ജീവൻ കുളിരിടുമേ. അരുത്! നീ എന്താണ് പ്രവർത്തിക്കുന്നത് പുത്ര? ദുര്യോധനന്റെ പട്ടാഭിഷേകം നടത്തുവാൻ നിനക്ക് ആരാണ് അനുമതി നൽകിയിട്ടുള്ളത്? അനുമതിയോ?
ഹസ്തിനപുരത്തിന്റെ സിംഹാസനത്തിൽ അമരുന്ന രാജാവിനെ നിർണയം സ്വീകരിക്കുന്നതിന് ആരുടെയെങ്കിലും അനുമതി ആവശ്യമുണ്ടോ? മൗനം പാലിക്കൂ ഗാന്ധാര രാജൻ. നാം ശന്തനുപുത്രനായ ദേവവ്രത ഭീഷ്മർ, നാം സദാ ഹസ്തിനപുരത്തിലെ രാജാവിന് മുൻപിൽ സഞ്ചരിക്കുന്നവനാണ്. ഇത് നമ്മുടെ പ്രതിജ്ഞയാണ്. ധർമ്മപഥത്തിലൂടെ സഞ്ചരിച്ച് ഹസ്തിനപുരത്തിലെ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നാം സംരക്ഷിക്കുന്നതാണ്. അധർമ്മം സംഭവിക്കുമ്പോൾ രാജാവിന്റെ മുൻപിൽ നിന്ന് തന്നെ നാം അതിനെ എതിർക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലും നമ്മുടെ അനുമതി അനിവാര്യമാണ്. എങ്കിലും മഹാത്മൻ, രാജാവിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് തടയുവാൻ സാധിക്കുന്നത് എപ്രകാരമാണ്? അങ്ങയുടെ പ്രതിജ്ഞ അനുസരിച്ച് അങ്ങ് ഒരിക്കലും ഹസ്തിനപുരത്തിന് വിരുദ്ധമായി ആയുധമുയർത്തുകയില്ല മഹാത്മൻ. നമ്മുടെ പ്രതിജ്ഞ എന്തെന്നാൽ ഹസ്തിനപുരത്തിലെ സിംഹാസനത്തിൽ ധാർമ്മികതയ്ക്കും അർഹതയ്ക്കുമാണ് പ്രഥമ സ്ഥാനം. അധർമ്മം ഹസ്തിനപുരത്തിലെ സിംഹാസനത്തിൽ അമരുന്നത് ദർശിക്കുകയാണെങ്കിൽ നിശ്ചയമായി നാം ആയുധമുയർത്തുന്നതാണ്. നമ്മുടെ പ്രതിജ്ഞ ഒരിക്കലും വ്യർത്ഥമാക്കുന്നതല്ല. നമ്മോട് എതിർക്കുവാൻ സാമർഥ്യമുള്ള ആരെങ്കിലും ഈ രാജസദസ്സിൽ അവശേഷിക്കുന്നുണ്ടോ? ക്ഷമിച്ചാലും ഭീഷ്മ പിതാമഹ, ഇപ്പോൾ ഹസ്തിനപുരത്തിന്റെ സിംഹാസനത്തിൽ നിന്നും നമ്മോട് ആജ്ഞാപിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ സാമർഥ്യം ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. നമുക്ക് സ്വന്തം മിത്രത്തെ വിജയിപ്പിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയുകയില്ല. എന്നാൽ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും നാം അതിന് തയ്യാറാണ്. ധൃതരാഷ്ട്രരെ, ഈ പട്ടാഭിഷേകത്തിന് മുൻപായി ഈ അംഗരാജനോട് ശസ്ത്രമുയർത്തുവാൻ ഉടൻ തന്നെ ആജ്ഞാപിക്കേണ്ടതാണ്. ദുര്യോധനകുമാരനും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അധർമ്മം തടയുവാനുള്ള സന്ദർഭമാഗതമാകുമ്പോൾ ദേവവ്രതൻ ഭീഷ്മർ അത്യധികം ഭയാനകമായി യുദ്ധം ചെയ്യുന്നതാണ്. അരുത് ജ്യേഷ്ഠപിതാവേ, അരുത്. അങ്ങയെ അപമാനിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം നമ്മുടെ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചതിന് ശേഷം സന്യാസം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ജ്യേഷ്ഠപിതാവേ. തീർച്ചയായും സന്യാസം സ്വീകരിക്കാം. നീ കാര്യനിർവഹണ രാജാവാണ്. സ്വന്തം പുത്രനെയും കാര്യനിർവഹണ രാജാവാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പട്ടാഭിഷേകം നടത്തുവാൻ സാധിക്കുകയില്ല. പട്ടാഭിഷേകം നടത്തരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മഹാത്മൻ? എന്തെങ്കിലും കാരണമുണ്ടോ അതിന്? ഇവിടെ യുവരാജ പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് മഹാരാജ പട്ടാഭിഷേകം നടത്തുന്നതിന് എന്താപത്താണുള്ളത്? ദുര്യോധനകുമാരന്റെ യുവരാജ പട്ടാഭിഷേകത്തിന് യാതൊരു മൂല്യവുമില്ല. മൂല്യമില്ലാതാകുന്നത് എപ്രകാരമാണ് പിതാമഹൻ? പട്ടാഭിഷേകത്തിന് അങ്ങ് തന്നെയാണ് അനുമതി നൽകിയത് പിതാമഹ. എന്നാൽ പ്രഥമമായി പട്ടാഭിഷേകം നടത്തിയത് യുധിഷ്ഠിരനെ തന്നെയായിരുന്നു. വാരണാവർത്തത്തിൽ പഞ്ചപാണ്ഡവന്മാരും മൃത്യു വരിച്ചു കഴിഞ്ഞിരിക്കുന്ന പിതാമഹൻ. പ്രഥമ യുവരാജാവ് ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പിന്നീട് നാം യുവരാജാവാകണമെന്നത് സ്വയം സിദ്ധമാണ്. പ്രഥമ യുവരാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു.